എന്തൊക്കെയുണ്ട്, സുഖല്ലേ? ഈ ആഴ്ചയിലെ ഞായറാഴ്ച രാവിലെ ജിമ്മിൽ പോയിട്ട് തന്നെയാണ് തുടക്കം കുറിച്ചത്. ഞായറാഴ്ച ആയതുകൊണ്ടും പിന്നെ രാവിലെ ആയതുകൊണ്ടും തന്നെ ജിമ്മിൽ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ സമാധാനപരമായ കാര്യങ്ങളൊക്കെ തീർത്ത് നേരെ വീട്ടിലോട്ട് വിട്ടു. നമ്മൾ കുറച്ച് ലേറ്റ് ആയിട്ടോ. ഇത് കഴിഞ്ഞ് വീട്ടിലെത്തി ഫുഡൊക്കെ കഴിച്ചിട്ട് വേണം നമുക്ക് പള്ളിയിൽ പോകാനായിട്ട്. അങ്ങനെ പോണ വഴിക്കാണ് വീടിൻ്റെ താഴെ നിന്ന് കുറച്ച് ഒച്ചയും പാട്ടൊക്കെ കേട്ടത്. അത് ചൈനീസുകാരുടെ എന്തോ പ്രയറോ മറ്റോ ആയിരുന്നു കേട്ടോ. അങ്ങനെ കുളിച്ച് ഡ്രസ്സൊക്കെ മാറി ഒരു പ്രോട്ടീൻ ഷേക്കും കുടിച്ച് നേരെ നമ്മൾ പള്ളിയിലോട്ട് വിട്ടു. ഇന്ന് നമ്മൾ പള്ളിയിലെത്തിയപ്പോൾ കുറച്ച് ലേറ്റായി. ഇന്ന് ഞാൻ ഒറ്റയ്ക്കായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചിട്ടാണ് പുറത്തേക്ക് ഇറങ്ങിയത്. പിന്നെ എന്നും മേടിക്കാറുള്ള ചക്ക അത് മറക്കാൻ പറ്റത്തില്ലല്ലോ. ഇപ്രാവശ്യം അവിടെ പോയിട്ട് 2 കവർ മേടിച്ചു. ഈ 2 കവർ ഇറക്കാന്നുള്ളതല്ലേ, അതിലൊരെണ്ണം എനിക്കും പിന്നെയുള്ള ഒരെണ്ണം ഇവൾക്കും ഇവളുടെ മുന്നിലിരിക്കുന്ന ഇവളുടെ ചേട്ടനും പിന്നെ ഇവരുടെ 2 പേരുടെയും മാതാവിനും വേണ്ടിയിട്ടാണ്. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് വീട്ടിലോട്ട് പോകാമെന്ന് പറയണത് വളരെ പാട് പിടിച്ചൊരു പരിപാടിയാണ്. അങ്ങനെ പരിപാടിയൊക്കെ തീർത്തും വീട്ടിലെത്തിയപ്പം ഈവനിങ് ആയി. കുറച്ച് കാലമായി ഞാനൊക്കെ ഒന്ന് ഓടാനായിട്ട് പോയിട്ട്. അപ്പം ഇന്ന് ഈവനിങ് വീട്ടിലെത്തി കഴിഞ്ഞപ്പം ഒന്ന് ഓടാനായിട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഡ്രസ്സൊക്കെ മാറി ഷൂ ഒക്കെ ഇട്ട് പുറത്തിറങ്ങിയപ്പോഴാണ് ഒരു കാര്യം ശ്രദ്ധിച്ചത്. ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട്. മഴയെ പണ്ടേ ഇഷ്ടമുള്ള ഞാനും പിന്നെ ഒന്നും ആലോചിക്കാൻ നിന്നില്ല, നേരെ ആ മഴയത്ത് അങ്ങ് ഓടി. സത്യം പറയാലോ, നല്ല കിടിലൻ വൈബായിരുന്നു കേട്ടോ. ഞാൻ വളരെയധികം ഇഷ്ടപ്പെട്ടു. കുറേ കാലമായി ഈ ഒരു അറ്റ്മോസ്ഫിയറിൽ ഓടിയിട്ട്. അങ്ങനെ ഓട്ടോ ഒക്കെ തീർത്ത് വീട്ടിലെത്തി കുളിച്ച് നമുക്കിനി വരാൻ പോകുന്ന കുറച്ച് യാത്രകളുടെ കുറച്ച് പ്ലാനുകളും ടിക്കറ്റുകളൊക്കെ ബുക്ക് ചെയ്യാനായിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ബുക്ക് ചെയ്ത് നേരെ പിന്നെ കിടന്നുറങ്ങാനായിട്ട് പോയി. അപ്പം പിന്നെ അടുത്തൊരു വീഡിയോയിൽ കാണാം. ബായ്.